ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. നമ്മെപ്പോലെ തന്നെയുള്ള ഒരാൾ, നമ്മെപ്പോലെ തന്നെയുള്ള ബലഹീനതകളുള്ള ഒരാൾ, നമ്മെപ്പോലെയുള്ള പോരായ്മകളുള്ള ഒരാൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്ന ഒരു മനുഷ്യൻ, ദുർഘടങ്ങൾ വരുമ്പോൾ വാടിപ്പോകുന്നൊരു മനുഷ്യൻ, എതിർപ്പുകൾ വരുമ്പോൾ മനസ്സ് വാടുകയും മനസ്സ് തളരുകയും ഹൃദയം മ്ലാനമാകുകയും ചെയ്യുന്നൊരു മനുഷ്യൻ. ജീവിതത്തിൽ ചിലപ്പോൾ നിരാശ വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഭാരം വന്നിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ കർത്താവിന് വേണ്ടി സംസാരിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നാം എല്ലാം ബലഹീന മനുഷ്യരാണ്. നമുക്ക് തീർച്ചയായും പോരായ്മകളുണ്ട്. നമുക്ക് ജീവിതത്തിൽ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നിരാശകൾ വരുന്നുണ്ട്. തളരരുത് എന്ന് വിചാരിച്ചാൽ പോലും തളർച്ചകൾ വരുന്നുണ്ട്. വാടിപ്പോകരുതെന്ന് വിചാരിച്ചാൽ പോലും വാടിപ്പോകുന്നുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ നാം പലപ്പോഴും കുലുങ്ങുകയും ആടുകയും നാം ചഞ്ചലപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഏലിയാവിന് ഒരു ഗുണമുണ്ടായിരുന്നു. ദൈവ ശബ്ദത്തെ മാനിച്ചിരുന്നു, ദൈവത്തിൻ്റെ നിയോഗത്തെ ആദരിച്ചിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനയെ ആദരിച്ചിരുന്നു, ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചിരുന്നു. വചനത്തിന് മുന്നിൽ വിറച്ചിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ ഒന്നും സംശയിക്കാതെ വചനം അനുസരിച്ചിരുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത് നീ ചെന്ന് ഒളിച്ചിരിക്കുക എന്നാണ്. നീ ചെന്ന് ഒളിച്ചിരിക്കുക. എന്നാൽ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത് നീ ചെന്ന് നിന്നെ തന്നെ കാണിക്കുക. ഹൈഡ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ഒളിച്ചിരിക്കുക. ഹൈഡ് യുവർ സെൽഫ്. അതാണ് 17-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ 18-ാം അധ്യായത്തിൻ്റെ ആദ്യം കാണും ഷോ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ കാണിക്കുക. ഒരേ ദൈവം തന്നെയാണ് പറയുന്നത്. കിരീടത്തിൻ്റെ മുന്നിൽ ഒളിച്ചിരിക്കാൻ പറയും ദൈവം തന്നെയാണ് നീ ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയുന്നത്. ആഹാബ് കാണാതെ വണ്ണം നീ ഒളിച്ചിരിക്കാനാണ് ദൈവം ഒരിക്കൽ പറയുന്നത്. എന്നാൽ ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക എന്നാണ് കർത്താവ് വീണ്ടും പറയുന്നത്. 17-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട്
കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. നീ ചെന്ന് ഒളിച്ചിരിക്കുക. ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ്. നീ ചെന്ന് ഒളിച്ചിരിക്കുക. അതാണ് ദൈവം പറയുന്നത്. അത് എവിടെയാണ് കെരീത്ത് എന്ന് പക്ഷേ ഏലിയാവിന് അറിയാമായിരിക്കാം. പക്ഷേ കർത്താവ് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. കെരീത്ത് തോട്ടിന് കുറേ ദൈർഘ്യമുണ്ടല്ലോ, പക്ഷേ ഇന്ന ഭാഗത്താണ് നീ ഒളിച്ചിരിക്കേണ്ടത് ദൈവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. കെരീത്ത് തോട് അത് ആ ഗലീല ദേശത്തു കൂടി ഒഴുകുന്ന തോടാണ്. എന്നാൽ ആ യഹൂദ്യ നാട്ടിൽ കൂടി ഒഴുകുന്ന തോട് അതിലെവിടെയാണ് നീ ഒളിച്ചിരിക്കേണ്ടത്? നീ കെരീത്തിനരി ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. വളരെ വ്യക്തമായ നിയോഗമാണ് കർത്താവ് തരുന്നത്. വളരെ കൃത്യമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിരിക്കും. അവ്യക്തമായി ദൈവം സംസാരിക്കുകയില്ല. വളരെ സംശയാസ്പദമായ രീതിയിൽ മനുഷ്യന് തോന്നത്തക്കവണ്ണം കർത്താവ് സംസാരിക്കുകയില്ല. ദൈവം സംസാരിക്കുമ്പോൾ കൃത്യമായിരിക്കും, വ്യക്തമായിരിക്കും. ഏലിയാവിനോട് പറഞ്ഞു, നീ ചെന്ന് ഒളിച്ചിരിക്കുക. എവിടെ? നീ പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാനിന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ്. എന്നാൽ അതേ ഏലിയാവിനോട് ദൈവം വീണ്ടും പറയുന്നു, 18-ാം അധ്യായം 1-ാം വാക്യം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. ഗോ ആൻഡ് ഷോ യുവർ സെൽഫ്. നീ നിന്നെ തന്നെ കാണിക്കുക. നീ അവിടെ തന്നെ ചെല്ലുക, നീ നിന്നെ തന്നെ കാണിക്കുക. ഇതാണ് ദൈവം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴപ്പോൾ കിട്ടുന്ന അരുളപ്പാടിന് ഒത്തതുപോലെ നാം പോകേണ്ടതാണ്. ദൈവം എന്നെ ഒളിച്ചിരിക്കാനല്ലേ പറഞ്ഞത്? പിന്നെ എന്താണ് സരത്തയിലേക്ക് വിടുന്നത്? സരത്തയിൽ നിന്ന് പിന്നെ എന്നെ എവിടെ നിന്ന് പുറപ്പെട്ട് ആഹാബിനെ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയുന്നത്? ദൈവം എന്നോട് വീണ്ടും വീണ്ടും മാറ്റി മാറ്റി പറയുന്നത് എന്താണ് എന്നൊന്നും ഏലിയാവിന് ചിന്താക്കുഴപ്പമില്ല. മാനുഷികമായി പറഞ്ഞാൽ ചിലർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ദൈവം ഒരിക്കലും ഒന്ന് പറഞ്ഞു, പിന്നെ വേണ്ടേ വീണ്ടും വേറെന്ന് പറയുന്നു. ഇത് ദൈവം ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. തിരുവചനത്തിൽ സംശയം തോന്നിയ ആളുകളുണ്ട്. തിരുവചനത്തിൽ പലപ്പോഴും സംശയം മാത്രമല്ല, അതിനെ ധിക്കരിക്കുന്ന ആളുകളുമുണ്ട്. വചനത്തെ ധിക്കരിക്കുന്നു, വചനത്തോട് മറുതലിക്കുന്നു, വചനത്തോട് മത്സരിക്കുന്നു. മനുഷ്യനറിയുന്നില്ല ഈ വചനം ആരുടേതാണെന്ന്. ആരാണ് വചനം തരുന്നതെന്ന് അറിയുന്നില്ല. വചനം ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം, ലോഗോസ് എന്ന വചനം, അത് ദൈവശക്തിയാണ്, അത് ദൈവജീവനാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ അരുളപ്പാട്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുക എന്നുള്ളത് എന്തൊരു ഭാഗ്യമാണ്. അവിടെ സംശയം കൂടാതെ അനുസരിക്കുന്നതാണ് വിജയം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വചനം കിട്ടാറുണ്ട്, തിരുവചനം നാം വായിക്കുന്നുണ്ട്. ഈ ബൈബിളിൽ, വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടുന്നതായ അരുളപ്പാടുകൾ എത്ര വ്യക്തമാണ്, എത്ര ശക്തമാണ്. അത് നാം സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്, ആർക്കും നിരൂപിക്കാൻ വയ്യാത്തതാണ്. അനുഗ്രഹം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നതായ അനുഗ്രഹങ്ങൾ. വേദപുസ്തകം വായിച്ചാൽ ഓരോ ഭാഗത്തുമുള്ള ഓരോ ദൈവമക്കളും വചനം അനുസരിക്കുമ്പോൾ കിട്ടിയ മഹാസൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു, വചനം സ്വീകരിച്ചു. നീ ഇവിടെ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞു, നിൻ്റെ പിതൃഭവനം വിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞു, പിതൃദേശത്തെ വിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞു, നിൻ്റെ ചാർച്ചക്കാരെ വിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞു. അബ്രഹാം അപ്പാടെ അനുസരിച്ചു. എങ്ങോട്ടാണാവോ? ദൈവം പറഞ്ഞില്ല. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല, നീ പുറപ്പെടുക എന്നേ പറഞ്ഞുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, നീ പുറപ്പെടുക എന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. അബ്രഹാമിനറിയാം ദൈവീക അരുളപ്പാട് കിട്ടിയാൽ മഹാഭാഗ്യമാണെന്ന്. അബ്രഹാം വിശ്വാസിയായിരുന്നു, അബ്രഹാം ദൈവവിശ്വാസിയായിരുന്നു. പണ്ടങ്ങനെയല്ലായിരുന്നു. അബ്രഹാം വിഗ്രഹാരാധിയായിരുന്നു. വിഗ്രഹങ്ങൾ മെനഞ്ഞുണ്ടാക്കി അത് വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരാളായിരുന്നു. നദിക്കക്കരെ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കക്കരെ പാർക്കുന്ന കാലത്ത്, മെസപ്പൊട്ടോമിയയിൽ പാർക്കുന്ന കാലത്ത് അബ്രഹാം വിഗ്രഹാരാധിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വിശ്വാസിയായി. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വിശ്വാസിയായി. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരിക, അതൊരു ഭാഗ്യമാണ്. അബ്രഹാമിന് വിശ്വാസം വന്നു. വായിക്കാം.
യഹോവ അബ്രാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. നീ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ പിതൃദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശം ഏതാണെന്ന് പറഞ്ഞില്ല. ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. ഒരു ദേശം ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാമിന് വേണമെങ്കിൽ സംശയം വരാം, കർത്താവേ നീ എന്നാണ് കാണിച്ചു തരുന്നത്? ഞാൻ പുറപ്പെടുന്നു, പക്ഷേ എങ്ങോട്ടാണ് പുറപ്പെടേണ്ടത്? ഈ അബ്രഹാമിന് വേണമെങ്കിൽ സംശയം വരാം, പക്ഷേ സംശയിച്ചില്ല. വചനം ലഭിച്ചു, വചനം അങ്ങനെ തന്നെ അനുസരിച്ചു. പുറപ്പെട്ടപ്പോൾ വഴി ഒന്നൊന്നായി തെളിഞ്ഞു വന്നു, തെളിഞ്ഞ് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പുറപ്പെട്ടപ്പോൾ ദൈവം ആദ്യം തന്നെ അബ്രഹാമിന് ചില വാഗ്ദത്തങ്ങൾ നൽകുകയാണ്. 7 വാഗ്ദത്തങ്ങൾ നൽകി അബ്രഹാമിന്. 7 വാഗ്ദത്തങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം 12 അധ്യായം 1 വാക്യം ഒന്നുകൂടി വായിക്കാം. യഹോവ അബ്രാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും. 3 നീ ഒരു അനുഗ്രഹമായിരിക്കും. 4 നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 5 നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 6 നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വചനം അനുസരിച്ചാൽ വാഗ്ദത്തങ്ങൾ അനുഭവമാകും. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക. നിത്യനായ ദൈവത്തിൻ്റെ ഒരു വചനത്തിന് മുന്നിൽ നാം വിറയ്ക്കുക. യെശയ്യാ പ്രവാചകൻ പറയും, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിൽ വിറയ്ക്കുക. വചനം ദൈവത്തിൻ്റെ വചനമാണ്, നിത്യനായ ദൈവത്തിൻ്റെ വചനം. ആരാണ് ഈ ദൈവം? നമുക്ക് ഭാഗ്യവശാൽ വചനമായ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വചനമായ ദൈവം നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് അനുഭവമാണ്. എന്നാൽ ഈ ദൈവം ആരാണ്? ഈ നിസ്സാര മനുഷ്യനായ എൻ്റെ കാര്യം അന്വേഷിക്കുന്ന ഈ ദൈവം ആരാണ്? വെറും കീടമായ, വെറും പുഴുവായ, വെറും കൃമിയായ ഈ നിസ്സാര മനുഷ്യൻ്റെ കാര്യം അന്വേഷിക്കുന്ന ദൈവം ആരാണ്? ഈ ദൈവം ആരാണ്? സകല അണ്ടകടാഹത്തിലുള്ള സകലത്തിൻ്റെയും നിർമ്മാതാവും സകലത്തെയും നിയന്ത്രിക്കുന്നതിനുമായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ള കോടാനകോടി മനുഷ്യർ, വിവിധ ദേശങ്ങളിലായി, വിവിധ സ്ഥലങ്ങളിലായി പാർക്കുന്ന വിവിധ മനുഷ്യർ, ഈ മനുഷ്യരിൽ എത്രയോ ചെറിയവനായ നിസ്സാരനായ എൻ്റെ കാര്യമേ ദൈവം അന്വേഷിക്കുന്നു. ഈ അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ്റെയും സൃഷ്ടാവ്, അണ്ടകടാഹത്തെ മുഴുവൻ മെനഞ്ഞവൻ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എല്ലാറ്റിനെയും മെനഞ്ഞവൻ, നക്ഷത്ര രാശികൾ നിർമ്മിച്ചവൻ, ഗാലക്സീസ് മെനഞ്ഞവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത ഔന്നത്യമുള്ളവനാണ് ഈ ദൈവം. നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്നവനല്ല ദൈവം, നമ്മുടെ ഭാവനയിൽ ഒതുങ്ങുന്നവനല്ല ദൈവം. എന്നാൽ ദൈവം, ഈ നിത്യനായ ദൈവം, ആദിയില്ലാത്തവനായ ദൈവം, അന്തമില്ലാത്തവനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മാതാവും സകലത്തെയും രചിച്ചവനുമായ ദൈവം, ഈ നിത്യനായ ദൈവത്തെ നാം നമ്മുടെ അരികത്ത് നമുക്ക് കിട്ടുന്നത് എന്തൊരു അത്ഭുതമാണ്. ദൈവം നമ്മുടെ കാര്യം അന്വേഷിക്കുന്നത് എന്തൊരു അത്ഭുതമാണ്. നമുക്ക് ഒരു വേദന വരുമ്പോൾ ആ കാര്യം അന്വേഷിക്കുന്നത് എന്തൊരു അത്ഭുതമാണ്. നാം ഉറക്കമില്ലാതെ, സുഖമില്ലാതെ, നമുക്ക് മയക്കം കിട്ടാതെ, ഉറങ്ങാൻ പറ്റാതെ വിഷമിച്ച് കിടക്കുമ്പോൾ നമ്മെ അരികത്ത് വന്നിരുന്ന് നമ്മെ തലോടി തരുന്ന ആ ജീവനുള്ള ദൈവം ആരാണ്? ദൈവം ആരാണ്? നമുക്ക് ഉറക്കം തരുന്ന ദൈവം ആരാണ്? നമുക്ക് വിശ്രമം തരുന്ന ദൈവം ആരാണ്? നമുക്ക് കുടുംബജീവിതം തരുന്ന ദൈവം ആരാണ്? നമുക്ക് സമാധാനം തന്ന ദൈവം ആരാണ്? കഞ്ഞി കുടിക്കാൻ വക തന്ന ദൈവം ആരാണ്? നമുക്ക് ഇന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായി ചിന്തിക്കുമ്പോൾ, കർത്താവേ ഞാൻ എത്ര നിസ്സാരനെന്ന് നമുക്ക് തോന്നിപ്പോകും. ദൈവമേ നീ എത്ര ഉന്നതനെന്ന് തോന്നിപ്പോകും. ദാവീദ് പറഞ്ഞു, ദൈവമേ എൻ്റെ താഴ്ചയിൽ നീ എന്നെ ഓർത്തു. നമ്മുടെ താഴ്ചയിൽ നീ ഓർത്തവനെ സ്തോത്രം ചെയ്യുവീൻ, അവനത് എന്നേക്കുമുള്ളത്. ആ യഹോവ നല്ലവൻ, അവനത് എന്നേക്കുമുള്ളതെന്ന് ദാവീദ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്യുന്നതനും ദാവീദ് പറഞ്ഞു. ഉന്നതനായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. 8-ാം സങ്കീർത്തനം വായിക്കാം. 8-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് അത്ഭുതത്തോടെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും
നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി. നിസ്സാരനായ മനുഷ്യനെ ദൈവത്തേക്കാൾ അല്പം മാത്രം നീ താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഈ നിസ്സാരനായ മനുഷ്യനെ തേജസ് അണിയിച്ചിരിക്കുന്നു, മഹത്വം അണിയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലെത്തിയത്. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തു. ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങി ആദ്യം പറഞ്ഞ വാക്ക് പ്രൈസ് ദ ലോർഡ് എന്നാണ്. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് മഹത്വം എന്ന്, ദൈവത്തിന് സ്തുതി എന്ന്, ദൈവത്തിന് സ്തോത്രം എന്ന്. ദൈവത്തിന് സ്തോത്രം. 2 വർഷം കഴിഞ്ഞ് 1971 ഇർവിൻ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ആകാശത്തേക്ക് പറന്നു, ബഹിരാകാശത്തിലേക്ക് പറന്നു, ചന്ദ്രനിലെത്തി. അദ്ദേഹം ബഹിരാകാശത്തിലെ ആ ചാന്ദ്രവാഹനത്തിൽ നിന്ന് ചന്ദ്രനിലേക്ക് കാൽകുത്തിയപ്പോൾ ആദ്യം ചെയ്തത് വേദപുസ്തകം വിടർത്തുകയായിരുന്നു. അദ്ദേഹം വേദപുസ്തകം കൊണ്ടുപോയിരുന്നു. വേദപുസ്തകം വിടർത്തിയിട്ട് ഈ 8 സംഘത്തിനും വായിച്ചു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ദൈവത്തിന് സ്തോത്രം. എത്രയോ അത്ഭുതമാണ് കർത്താവേ. നീ ഉണ്ടാക്കിയ ഈ അണ്ടകടാഹത്തിലെ അനേകം സൃഷ്ടിപ്പുകൾ, അനേകം വസ്തുക്കൾ, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്ര രാശികളെല്ലാം, ഇതെല്ലാം ഓർക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? എല്ലാറ്റിനെയും നീ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം നിൻ്റെ കൈപ്പണിയാണ്. എല്ലാം നീ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചിന്തിച്ചാൽ അതിൻ്റെ അറുതി കാണാൻ പറ്റുകയില്ല. മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അത്രയേ പ്രാപ്തിയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നിത്യനായ ദൈവം, മഹാപരിശുദ്ധനായ ദൈവം നമ്മോട് വ്യക്തിപരമായി അരുളി ചെയ്യുന്നു. നമുക്ക് വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ നൽകുന്നു. എന്തൊക്കെയാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ? ഒന്നുകൂടി കേൾക്കാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ എൻ്റെ വചനം കേട്ടല്ലോ, എൻ്റെ വചനം നീ അനുസരിച്ചല്ലോ. മോനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്തൊരത്ഭുതം! സകല വംശങ്ങളും അബ്രഹാമിൽ കൂടി അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നാം ഈ ചെറിയ വാക്കുകൾ കേൾക്കുമ്പോൾ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, നീ എനിക്ക് എത്രയോ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചില്ലേ? മോനെ, നിന്നെ അഴിച്ചുവിടുന്നതിന് എനിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിന്നെ അഴിച്ചുവിടുന്ന എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീനെന്ന് വചനത്തിൽ നമുക്ക് ലഭിച്ചില്ലേ? വ്യക്തിപരമായ അരുളപ്പാട് കിട്ടിയവരില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നിൽ വാഹനമേറട്ടെ എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ചിലരോട് കർത്താവ് പറഞ്ഞു, മോനെ, നിന്നിൽ നിന്നുകൊണ്ട് ഞാൻ ചില ദേവാലയങ്ങൾ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നത് ഓർമ്മയില്ലേ? കള്ളന്മാരുടെ ഊഹയായിപ്പോയ ചില ദേവാലയങ്ങൾ ഞാൻ ശുദ്ധീകരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നിൽ നിന്നുകൊണ്ട് ഞാനൊരു തലമുറയെ അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ നിന്നിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ ദേശങ്ങൾ സഞ്ചരിച്ച് എൻ്റെ വചനം അറിയിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് ഓർമ്മയില്ലേ? വ്യക്തിപരമായ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ലോഗോസ് റീമയായി മാറി. ലോഗോസ് ദൈവത്തിൻ്റെ വചനം, പൊതുവായ വചനം, എന്ന റീമ വ്യക്തിപരമായി പ്രത്യേകമായി കൃത്യമായി തരുന്നതായി വചനം. ഒരാൾക്ക് ഒരു സമയത്ത് പ്രത്യേകമായി തരുന്ന വചനം, അതാണ് റീമ. ലോഗോസ് അത് എല്ലാവർക്കുമുള്ള വചനമാണ്. എന്നാൽ റീമ ഒരാൾക്ക് വ്യക്തിപരമായി കൃത്യമായി കൊടുക്കുന്ന വചനം. ലോഗോസ് റീമയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് വ്യക്തിപരമായി വചനം തന്നു. വ്യക്തിപരമായി ദൈവം നിങ്ങളോട് സംസാരിച്ചു. അനുഭവമില്ലേ? നമുക്കറിയാം, നാം കേട്ടിട്ടില്ലേ? ഓർമ്മയില്ലേ? അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? എന്താണത്? അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഭവമില്ലേ? വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ കത്തുന്ന അനുഭവം. വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ഏതോ ഒരു വലിയ ആനന്ദാനുഭൂതി ഇങ്ങനെ ജ്വലിക്കുന്ന അനുഭവം. ഹൃദയത്തിൽ സമാധാനം നിറയുന്ന അനുഭവം. ആകുലങ്ങളുള്ള ജീവിതമാണ്, ഭാരങ്ങളുള്ള ജീവിതമാണ്, ദുരിതമുള്ള ജീവിതമാണ്. എന്നാൽ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ കത്തുന്നു. ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വലിയ വലിയ വേദനാ വിഷയങ്ങളുണ്ട്,
തീർത്താൽ തീരാത്ത സങ്കടങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ കുളിര് കോരിയിടുന്ന അനുഭവം, ഉള്ളിൽ കുളിർമ തരുന്ന അനുഭവം, ഉള്ളിൽ തീ കത്തുന്ന അനുഭവം, ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന അനുഭവം ഇല്ലേ? നിങ്ങൾ കിട്ടിയിട്ടില്ലേ? ഇത് കിട്ടിയിട്ടുള്ള അനേകം പേര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ വചനത്തിന് വേണ്ടി ദാഹിക്കണം. കർത്താവേ, നീ എന്നോട് വ്യക്തിപരമായി സംസാരിക്കണമേ. നിങ്ങളതിനു വേണ്ടി ചെയ്യേണ്ടതെന്നാണെന്ന് അറിയാമോ? നിങ്ങൾ ഏതെങ്കിലും സമയം കണ്ടെത്തി പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി നിങ്ങൾ മാറിയിരിക്കണം. ഉപവാസത്തോടെ മാറിയിരിക്കണം. ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. മറ്റാരെയും നോക്കണ്ട, ആരും നിങ്ങളുടെ കൂടെ വേണ്ടതാനും. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ മാറിയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയണം. നിങ്ങൾക്കൊന്നു പോയ പാപങ്ങളെല്ലാം ഒന്നൊന്നായി കണ്ടുപിടിക്കണം. ഒന്നൊന്നായി കണ്ടുപിടിച്ച് അനുതാപത്തോടെ ഏറ്റുപറയണം. കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ, ഞാൻ സുബോധമില്ലാത്തതിനെ പോലെ പെരുമാറിപ്പോയല്ലോ, ഞാൻ ബുദ്ധിയില്ലാത്തവളെ പോലെ ഞാൻ ഇടപെട്ട് പോയല്ലോ, എൻ്റെ കർത്താവേ, ഞാൻ വിവേകമില്ലാത്തവളെ പോലെ ഞാൻ സംസാരിച്ചു പോയല്ലോ, കർത്താവേ, ഞാനൊരു യാതൊരു കാര്യജ്ഞാനവും ഇല്ലാത്തതിനെ പോലെ ഞാൻ പെരുമാറിപ്പോയല്ലോ, കർത്താവേ, എൻ്റെ വാക്കുകൾ, എൻ്റെ പെരുമാറ്റങ്ങൾ പലതിലും തെറ്റുകൾ വന്നുപോയല്ലോ, എൻ്റെ കർത്താവേ, ഇന്ന് ലജ്ജയോടെ ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രവൃത്തികൾ എത്ര ഭയാനകമായിരുന്നു, എത്രയോ മ്ലേച്ഛമായിരുന്നു, എൻ്റെ വാക്കുകൾ എത്ര ഹീനമായിരുന്നു, എത്ര മ്ലേച്ഛമായിരുന്നു. കർത്താവേ, എൻ്റെ ചിന്തകൾ, അയ്യോ, പുറത്തു പറയാൻ കൊള്ളാത്തതായ ചിന്തകളിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മ വെച്ച കാലം മുതലേ പാപമേ ഉള്ളൂ. അനേകം പാപങ്ങൾ. എത്ര വൈരാഗ്യമുള്ള ഹൃദയമായിരുന്നു എൻ്റേത്, എത്ര പകയും വിദ്വേഷമുള്ള മനസ്സായിരുന്നു എൻ്റേത്, എത്രയോ വഴക്കും പിണക്കവും എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഈർഷ്യയും പരിശുദ്ധയും കലുഷതയും വന്നുപോയിട്ടുണ്ട്. ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ വന്ന് ബാധിച്ചിട്ടുണ്ട്. എന്തിന് ഞാൻ ജീവിക്കണമെന്ന് തോന്നിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. മരിച്ചാൽ മതി എന്നോർത്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവത്തെ മറന്ന് ജീവിച്ച അനുഭവങ്ങൾ. എൻ്റെ കർത്താവേ, ഒരു ദൈവമെല്ലാം കാണുന്നെന്ന് ഓർക്കാതെ ഞാൻ ജീവിച്ചു പോയ കാലങ്ങൾ. നാഥ, ഞാനിപ്പോൾ തിരുവൻപാകെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഞാനോട് പറയുകയാണ്, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ പാപം നീ ക്ഷമിച്ചു തരണമേ. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങളെല്ലാം നാഥ നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. കർത്താവേ, എനിക്ക് മറ്റൊന്നിനും കഴിവില്ലല്ലോ. കർത്താവേ, എൻ്റെ പാപങ്ങൾ മാറ്റുവാൻ എനിക്ക് പ്രാപ്തിയില്ലല്ലോ. എല്ലാം നീ എനിക്ക് ക്ഷമിച്ചു തന്ന് എൻ്റെ മേലുള്ള പാപങ്ങളും എൻ്റെ മേലുള്ള ശാപങ്ങളും എല്ലാം മാറ്റി എന്നെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ. എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ. എന്നെ നിൻ്റെ മകളാക്കി തീർക്കണമേ. നാഥ, ഈ നിമിഷം മുതൽ ഞാൻ യേശുവിനെ മാനിച്ചും യേശുവിനെ സ്നേഹിച്ചും യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്തെ ആദരിച്ചും ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ ഞാൻ ആദരിച്ചും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തെ ഞാൻ വിശ്വസിച്ചും കർത്താവേ, തിരുവചനം അനുസരിച്ച് പോകുമെന്ന് ഞാൻ തീരുമാനിച്ചും ഞാനിപ്പോൾ നിന്നോട് വാക്ക് പറയുകയാണ്. ഇതാ, ഞാൻ എന്നെ തന്നെ നിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ സമർപ്പിച്ച് നിങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു അദൃശ്യ ശക്തി വന്ന് നിങ്ങളെ തലോട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ തൃക്കര് നിങ്ങളെ തൊടുന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ തൃക്കര് നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അതൊരു അനുഭവമാണ്, അത് അറിവല്ല, അത് ഒരു ഊഹമല്ല, അത് ഒരു ചിന്തയല്ല, ഒരു അനുമാനമല്ല. പ്രിയപ്പെട്ടവരെ, അതൊരു നിരൂപണമല്ല, അതൊരു മനോരാജ്യവുമല്ല. അത് ദൈവത്തിൻ്റെ അത്ഭുത കൃപമനുഷ്യനെ തൊടുന്ന അനുഭവമാണ്. ആ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും, ആർക്കും ലഭിക്കും. അതിന് വേറെ യോഗ്യത ഒന്നും വേണ്ട. നിങ്ങൾക്കിങ്ങനെ ദൈവസന്നിധി ചെന്നിരുന്ന് നിങ്ങൾക്ക് പറയാം, പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു അത്ഭുത കൃപ നിങ്ങളുടെ മേൽ പകരും. നിങ്ങളുടെ ഉള്ളിൽ കൂടി ജ്വലിക്കുന്ന തേജസ് കടന്നു പോകും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കത്തുന്ന തീ എഴുന്നള്ളി വരും. ഉള്ളു കത്താൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ശരീരമാസകലം കോരിത്തരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ക്രിസ്തു നിങ്ങളെ തൊടുന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ക്രിസ്തുവിന് തൃക്കഥ നിങ്ങളുടെ മേൽ വയ്ക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇനിമേൽ പാവം ചെയ്യുകയില്ല എന്നുള്ള നിങ്ങളുടെ തീരുമാനം കർത്താവ് മുദ്രവയ്ക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ തീരുമാനം കർത്താവ് സ്വീകരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ പാദപീഠം തേടുമ്പോൾ അപ്പോഴാണ് പാപക്ഷമ ഒഴുകി വരുന്നത്. പാവമോചനം നിങ്ങൾ ലഭിക്കും. പാവമോചനം ലഭിക്കുന്ന കൂടെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും. ശാപങ്ങളെല്ലാം മാറും. തലമുറകളിലേക്ക് പകർന്നു പോകാവുന്ന ശാപങ്ങളുണ്ട്, അതെല്ലാം കത്തിപ്പോകും. എല്ലാ ശാപങ്ങളും തലമുറകളിലേക്ക് പകരാനുള്ളതാണ്. എന്നാൽ അതെല്ലാം അവിടെ വെച്ച് കത്തിപ്പോയിക്കൊള്ളും. ഇനി അടുത്ത തലമുറയിലേക്ക് പകരുകയില്ല. മക്കളുടെ മക്കളും നിങ്ങളുടെ മേലുള്ള ശാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല. എന്തൊരു ഭാഗ്യമാണിത്!
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. വചനം അനുസരിക്കണം, വചനം അനുഭവിക്കണം, വചനം അനുഭവിക്കണം, വചനം അനുസരിക്കണം. വചനത്തിൽ നിങ്ങൾ ആനന്ദിക്കണം, വചനത്തിൽ നിങ്ങൾ ആസ്വദിക്കണം. വചനം നിങ്ങൾക്ക് അഭിമാന വിഷയമായി തീരണം, വചനം നിങ്ങളുടെ പ്രമോദ വിഷയമായി തീരണം, വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായി മാറണം. വചനത്തോടുള്ളതായ ഒരു വലിയ ആഭിമുഖ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം, വചനത്തോടുള്ളതായ വലിയൊരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. ആർത്തി കൊണ്ട് വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാൻ നിങ്ങൾ ഓടണം. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാൻ നിങ്ങൾ തനിയെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങൾ തുരുതുരാ ലഭിക്കും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടേ? ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന് നിങ്ങൾക്ക് തരാമെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ചേർന്നിരുന്ന് ഞാൻ നിൻ്റെ വചനം ശ്രദ്ധിച്ചു കൊള്ളാം, വചനത്തെ ഞാൻ മാനിച്ചു കൊള്ളാം, ഈ എഴുതപ്പെട്ട വചനം അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചു കൊള്ളാം. കർത്താവേ, ഇനി ഞാൻ സംശയിക്കുകയില്ല, ഇനി ഞാൻ അവിശ്വസിക്കുകയില്ല. വചനം ഞാൻ അനുസരിച്ച്, എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച്, കർത്താവിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അത് അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ ഇടയിലൂടെ അവിടെ നടക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആവശ്യക്കാരെ അവിടെ തൊടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ കരമേർത്തിയ മക്കളെ അവിടെ തൊടണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിത്യജീവന് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.